ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പാലക്കാടേക്ക് പോവാണ്. ഒരു 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ ട്രെയിനിൽ തന്നെയാണ് പോകുന്നത്. ഞാനും അച്ഛനും മമ്മിയും പപ്പയും മോനും ഒക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ട്രെയിൻ കയറുന്നത്. ഇപ്പോൾ ട്രെയിൻ ദേ വരുന്നുണ്ട്. അതിൻ്റെ സന്തോഷമാണ് ഇത് ഈവൻ ഈ കാണിക്കുന്നത്. അവന് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ മടുപ്പാവും. പക്ഷെ എന്നാലും ട്രെയിൻ യാത്രയാണ് സുഖം. നമുക്കും സുഖം അതാണ്. ബസ് അത്ര പിടിക്കത്തില്ല. അവനായാലും എനിക്കായാലും ബസ് യാത്ര അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾ രാവിലെ 11:30-ക്കാണ് ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 11:30-ക്കുള്ള ട്രെയിൻ വന്നത് ലേറ്റായിരുന്നു കേട്ടോ. ആ സമയത്താണ് ട്രെയിൻ കയറിയത്. 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ട്രെയിനിൽ നിന്ന് ഒരു വെജ് ബിരിയാണി, ഒരു എഗ്ഗ് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എഗ്ഗ് ബിരിയാണിക്ക് അത് 2 മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു മുട്ട എനിക്ക് തന്നതായിരുന്നു അച്ഛൻ. പക്ഷേ ഇതിനകത്ത് ഇച്ചിരി എരിവ് കൂടുതലായിരുന്നു കേട്ടോ. മോനൊരു 2-3 വട്ടം കഴിച്ചായിരുന്നു. പക്ഷേ അവൻ എരിവ് കാരണം പിന്നെ കഴിച്ചില്ല. പിന്നെ റെയിൽവേയിൽ ഫുഡ് അറിയാലോ, ടേസ്റ്റ് വൈസ് വലിയ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങളത് ഇവിടെ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. ഇവൻ ഓരോ സ്റ്റോപ്പ് കഴിയുമ്പോഴേക്കും എത്തിയോ എന്ന് ചോദിക്കും കേട്ടോ. അവന് ട്രെയിനിൽ കയറി, പക്ഷേ ഇനി പെട്ടെന്ന് ഇറങ്ങണം, അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. പിന്നെ ഇതെനിക്ക് തോന്നുന്നു വർക്കലയാണെന്ന്. ഞാൻ ആദ്യം കൊല്ലം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതും കഴിഞ്ഞിട്ടാണ് കൊല്ലം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ എവിടെയോ ഒരു സ്ഥലത്തെത്തി. ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കുമാണ് 2 ടീച്ചേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരും മോനുമായിട്ട് നല്ല കൂട്ടായി, നല്ല സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതിനിടയിൽ സമോസ ഞങ്ങൾ വാങ്ങി കേട്ടോ വൈകിട്ടത്തേക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞ് വർക്ക് എന്തോ ചെയ്യും. ഈ നൂല് വെച്ചിട്ട് എന്തൊക്കെയോ വർക്ക് ചെയ്യും. പുറത്തു കൊടുക്കാനല്ല, അവർക്ക് തന്നെയാണ്. അവർക്കിത് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഗുഡ്സ് ട്രെയിൻ പോവുകയാണ്. അത് കഴിഞ്ഞത് ഇവരിങ്ങനെ ചുറ്റി വലിയ ബോൾ കണക്കാക്കിയെടുക്കും. ഇതുപോലെ കുറേ ബോൾസ് അവർ അവിടെ ഇരുന്ന് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ സ്നാക്സ് എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മോന് കൊടുത്തു, ഞങ്ങൾക്കും തന്നു, ഷെയർ ചെയ്തു. ഞങ്ങൾ അങ്ങനെ അധികം സ്നാക്സ് ആയിട്ടൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ട്രെയിനകത്ത് വരുന്നത് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നേരെ ഇട്ടിട്ട് വരികയാണ്. പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് കുറച്ച് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ ഇട്ടിട്ട് വരികയാണ്. അന്നേരം വീഡിയോ എടുക്കുന്ന വലിയ സുഖമല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഒറ്റപ്പാലമാണെന്ന് തോന്നുന്നു. നമുക്ക് ഇറങ്ങേണ്ട പാലക്കാടിന് മുന്നത്തെ സ്റ്റോപ്പാണ്. ഒറ്റപ്പാലത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങി നടക്കുവാണ്. ഇവിടെ നിന്ന് നടന്ന് KSRTC ബസ് സ്റ്റേഷനിലാണ് നമുക്ക് പോകേണ്ടത്. കാര്യം അവിടെയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി അവിടെ എത്തുമ്പോൾ ഫുഡ് കിട്ടിയില്ലെങ്കിലോ, കടയിൽ നിന്ന് ഓപ്പൺ അല്ലെങ്കിൽ. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പ് വരെ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ട്രെയിനിൻ്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടത്. അത് ഞാനത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ബസ് കിട്ടാൻ നല്ല പാടായിരുന്നു കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം ഒക്കെ ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എപ്പോഴും ബസ് കിട്ടും. ഇവിടെ ഒരു ബസ് കിട്ടാൻ നല്ലൊരു പാടായിരുന്നു. അത് കഴിഞ്ഞ് ബസ്സൊക്കെ കിട്ടി നമ്മളിവിടെ KSRTC ബസ് സ്റ്റേഷനിലെത്തി. പിന്നെ ഞങ്ങൾ ഒരു 5 മിനിറ്റ് പോലും നടക്കണ്ട, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നടന്ന് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തെടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് സിതാര ഗസ്റ്റ് ഹൗസ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എറണാകുളത്ത് പോയത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു റൂം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാം, അത്രയ്ക്കുള്ള ഇതുണ്ടായിരുന്നുള്ളൂ. സിതാര ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ഡബിൾ ബെഡെന്നാണ് പറഞ്ഞത്. പക്ഷേ 2 സിംഗിൾ ബെഡ് ചേർത്തിട്ടാണ് ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമുക്കൊരു 3 രാത്രി ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. കൊതുക് ഉണ്ടായിരുന്നു, പക്ഷേ കൊതുക് കടിയില്ലായിരുന്നു. കാര്യം ഈ ബാഗിനിടയിലൊക്കെ ആയിരുന്നു കൊതുക് ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ കടിച്ചൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഈ ടോയ്ലറ്റും അത്യാവശ്യം വൃത്തിയൊക്കെ തന്നെയായിരുന്നു. നമ്മുടെ ഒരു സാധാരണ ഒരു ആവറേജ് ഒരു ഇത് തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര ഇതെന്ന് പറയാനില്ല. പിന്നെ ബാക്കി ഞാൻ എറണാകുളത്ത് പോയപ്പോൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ. എറണാകുളത്തൊരു 3 വർഷം മുന്നേ പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റൂം സെറ്റ് റൂമായിരുന്നു കേട്ടോ. അടിപൊളി റൂമായിരുന്നു. അത് കണക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല തന്നെ പറയാം. അവിടെ TV, പിന്നെ ബാക്കി കാര്യങ്ങൾ TV-യിൽ കേബിളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതായിരുന്നു രാവിലെ ഞങ്ങൾ എണ്ണീറ്റപ്പോഴുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. മോനാണെങ്കിൽ രാത്രി നേരത്തെ ഉറങ്ങി കേട്ടോ. ഞാൻ കുളിച്ച് റെഡിയായി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ ഞങ്ങൾ എണ്ണീറ്റപ്പോഴത്തേക്ക് ഞാനൊരു ഇതെടുത്തതായിരുന്നു കേട്ടോ.
ഇവിടുത്തെ മോൻ എണ്ണീറ്റു. പപ്പ തലേ ദിവസം അച്ചപ്പം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ കളിച്ച് അവൻ കഴിക്കായിരുന്നു. പണ്ട് നമ്മൾ ചെയ്യുമല്ലോ അതേ കൂട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, രാവിലെ റെഡിയായി ഇറങ്ങി. ഞങ്ങൾക്കിനി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ അതുവരേക്കും ഓട്ടോ വിളിച്ച് പോവുക കേട്ടോ, ദൂരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇന്ത്യൻ കോഫി ഹൗസേ ഉള്ളൂ. അങ്ങനെ നടന്ന് ഇന്ത്യൻ കോഫി ഹൗസിൽ പോകുന്ന വഴി ഇവിടെ ഒരു ചിപ്സ് കട കണ്ടു. അവിടെ നിന്ന് പപ്പ ചിപ്സ് വാങ്ങി ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി ഇതേ ഫുഡ് വാങ്ങി കഴിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഇവിടുത്തെ ഫുഡ് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ എനിക്ക് പാലക്കാട് വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് എനിക്ക് ഒട്ടും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ടേസ്റ്റ് വൈസ് ആയാലും എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. റേറ്റൊന്നും വലിയ പ്രശ്നമില്ല, പക്ഷേ ടേസ്റ്റ് വൈസ് നമ്മുടെ അവിടെ കിട്ടുന്ന പോലെ എനിക്ക് ഫുഡ് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ നമ്മൾ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ബസ് കയറി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡാമിലേക്കാണ് പോകുന്നത്. അയ്യോ, ആ ഡാമിൻ്റെ പേര് പോത്തുണ്ടി ഡാമാണ് കേട്ടോ. പോത്തുണ്ടി ഡാമിലേക്കാണ് പോകുന്നത്. അങ്ങനെ പൊക്കോണ്ടപ്പോൾ കുറച്ച് വയലുകളൊക്കെ കണ്ടു. പക്ഷേ വയലിൽ എനിക്കൊന്ന് കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. ഇപ്പം അങ്ങനെ വയ്ക്കോലൊക്കെ ഇങ്ങനെ ചുരുട്ടി വയ്ക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഇവിടെ ഇരിക്കുമ്പോഴേക്കും ഐസുകാരനിങ്ങനെ വന്നു കേട്ടോ, ഐസ്ക്രീമും കൊണ്ട്. പിന്നെ അവിടെ നിന്ന് കുറേ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. 3-4 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഭയങ്കര ചൂടായിരുന്നു. 3-4 ഐസ്ക്രീം എന്ന് പറയുമ്പോൾ 4 കോണം, ബാക്കിയെല്ലാം കുഞ്ഞു മറ്റേ ഇതുണ്ടല്ലോ പോപ്സിക്കിൾസ് പോലത്തെ പണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഐസില്ലേ, അത് കൂട്ടത്തായിരുന്നു. അത് അവൻ വാങ്ങി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. അവൻ കഴിച്ചു, 2-3 കഴിച്ചു. പിന്നെ ഈ ഒരു എണ്ണം അവർ ഫ്രീ ആയിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നടന്നു വരുന്ന വഴിക്ക് നമ്മളത് ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറി കേട്ടോ. ഓൾമോസ്റ്റ് 2-2:30 ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഉള്ളത് വെച്ച് നമുക്ക് ചോറൊക്കെ തന്നു കേട്ടോ. എനിക്ക് ഇന്നത്തെ ദിവസം ആകെ ഇഷ്ടപ്പെട്ടത് ആ ഒരു ചോറും കറിയും തന്നെയായിരുന്നു. നമ്മുടെ അവിടുത്തെ അത്ര ടേസ്റ്റ് എത്തിയില്ലെങ്കിലും കമ്പാരേറ്റീവ്ലി കഴിച്ചതിൽ നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇത് നടന്ന് പോത്തുണ്ടി ഡാമിലേക്ക് പോകുമായിരുന്നു. അന്നേരം വഴിയിൽ കണ്ട കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല മലനിരകളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ തന്നെയായിരുന്നു. പക്ഷേ ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുടയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല, കുടയൊക്കെ കൊണ്ടുപോയി. പിന്നെ നാച്ചുറൽ വൈസ് നോക്കുമ്പോൾ നല്ല ഭംഗി തന്നെയായിരുന്നു കേട്ടോ. കാര്യം നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഡെവലപ്മെൻറ്റ് എത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പൊക്കെ ഇപ്പം അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു വീടുണ്ടോ, ഈ ടൈപ്പ് വീട് നമ്മളവിടെ ഇപ്പം ട്രിവാൻഡ്രത്തൊന്നും കാണാനില്ല, വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ 1-2 ഒക്കെയുള്ളൂ. സത്യം പറഞ്ഞാൽ കാണാനില്ല. കുറേ വർഷങ്ങളായി ഞാൻ ഇങ്ങനത്തെ വീടൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. പക്ഷേ അന്നേരം ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങളതേ നടന്ന് പോത്തുണ്ടി ഡാമിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടാം. വീഡിയോ ലെങ്ത് കൂടിപ്പോവും, കാണാനൊക്കെ ബോറടിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.